നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് ജിഷിൻ മോഹൻ. നായകനായും വില്ലനായുമെല്ലാം അഭിനയിച്ച് സീരിയൽ രംഗത്ത് നിറസാന്നിധ്യമായി മാറിയ നടൻ. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ജിഷിൻ. തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ജിഷിൻ മറയില്ലാതെ തുറന്നു പറയാറുമുണ്ട്. ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് ജിഷിൻ മോഹനും വരദയും. സോഷ്യൽ മീഡിയയിലും ഇരുവരും താരങ്ങളായിരുന്നു. എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുമ്പ് പിരിയുകയായിരുന്നു. വരദ ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത്. ഇപ്പോഴിതാ തങ്ങളുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാണ് ജിഷിൻ മോഹൻ. എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു താരം മറുപടി നൽകിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അറിഞ്ഞിട്ടിപ്പോൾ എന്താകാനാണ്? എന്തെങ്കിലും പോസ്റ്റിട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരുമുണ്ട്. അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. മുമ്പൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ്, ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വിൽക്കുക. ഞാൻ സിംഗിളാണ്, ഫ്രീ ആണ്, ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി? എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിന്റെ പ്രതികരണം. എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ വിവാഹമോചിതരാണ്. അതിലിപ്പോൾ എന്താണ്? അത്രയല്ലേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. പിന്നാലെ ഇപ്പോൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുന്നുണ്ട്. നീ എഴുന്നേറ്റ് പോയേടാ, നീ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. ക്യാപ്ഷൻ വരാനല്ലേ, ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറയുന്നു. പിന്നാലെ നടി ഐശ്വര്യമായുള്ള ഗോസിപ്പുകളോടും ജിഷിൻ പ്രതികരിക്കുന്നുണ്ട്. കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും. റൊമാൻറ്റിക് ആയിട്ടും ചെയ്തു എന്ന് വരാം. നമ്മുടെ ലൊക്കേഷനിൽ ഉള്ളവരായിരിക്കുമല്ലോ അവർ, അല്ലാതെ അപ്പുറത്തെ ലൊക്കേഷനിൽ പോയിട്ടാകില്ലല്ലോ എടുക്കുന്നത്. ചേട്ടാ ഒരു റീൽ എടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഓ ശരി അതിനിപ്പോൾ എന്താ എന്നേ പറയും. പിന്നെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അഭിനയത്തിന്റെ ഗുണമല്ലേ? ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിന്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത്. അവളുടെ ഭർത്താവുമായി ഞാൻ നല്ല കൂട്ടാണ്, കല്യാണത്തിന് പോയിരുന്നു, ഒരുമിച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട്, അതിന് ഭയങ്കര വ്യൂസുമുണ്ട്. എൻ്റെ അനിയത്തിക്കുട്ടിയാണ് അവൾ, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് ജിഷിനെ കൺഗ്രാറ്റ്സ്, കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. കല്യാണമോ എപ്പോൾ എന്നാണ് ജിഷിൻ പറയുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.